വടക്കാഞ്ചേരി നഗരസഭ കുമ്പളങ്ങാട് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും സ്ലറിയും മാലിന്യ ജലവും ഒഴുകി വരുന്നതായി നാട്ടുകാരുടെ പരാതി. കാലവർഷം കനത്തതോടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ഒഴുകുന്ന വെള്ളത്തിൽ പുഴുവരിക്കാൻ തുടങ്ങി. അറവു മാലിന്യങ്ങളടക്കം ഇവിടെയാണ് സംസ്കരിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്ഥലത്ത് മണ്ണടിക്കാനെത്തിയ ഹിറ്റാച്ചി നഗരസഭാ കൗൺസിലർ ഇ കൃഷ്ണനുണ്ണിയുടെ നേതൃത്വത്തിലുള്ള നാട്ടുകാരുടെ സംഘം തടഞ്ഞു. മാലിന്യജലം തടയാൻ നടപടിയെടുത്തില്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന വാഹനങ്ങൾ തടയുമെന്ന് നാട്ടുകാർ അറിയിച്ചു. കാരണം എൻ്റെ പേര് കാർത്തികേയൻ എന്നാണ്. ഞാൻ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. ഞങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ലറി കീഴ്പോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കും എല്ലാവരുടെ അവിടേക്കും വരുന്നുണ്ട്. പിന്നെ ഈ മേലെ ഭാഗത്തുള്ള ഈ മതിലുണ്ടല്ലോ ഇവിടുത്തെ, ഇത് മുനിസിപ്പാലിറ്റിയുടെ തന്നെയാണ്. ഇതിലെ വെള്ളമൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കിണർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിച്ചു പോകേണ്ടത്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മുനിസിപ്പാലിറ്റിക്കാരുടെ അടുത്ത് അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവർ ഇപ്പം ശരിയാക്കാം, നാളെ മേലാക്കാം, അങ്ങനെ ഉണ്ടാവില്ല, ഞങ്ങൾ നാളെ മേലാക്കാൻ ഞങ്ങളുടെ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളിത് കൂട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഞങ്ങളെ സമാധാനം പറഞ്ഞിട്ട് പോയത്. ഇതിങ്ങനെയാണ് അവരുടെ പരിപാടി. ഇത് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റാച്ചി കൊണ്ടുവരിക, മണ്ണ് കോരിയിടുക, ഇതാണ് അവരുടെ പരിപാടി. അങ്ങനെ അവർ ഒരുപാട് വർഷമായി തുടങ്ങി. ഇത്ര കാലം ഞങ്ങൾ ക്ഷമിച്ചു. ഇപ്പം ഞങ്ങൾക്ക് വളപ്പിലേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല, കൊതുകൊണ്ട് വീഴ്ചകൊണ്ട്. പിന്നെ ഈ സ്ലറി ഒളിച്ചിറങ്ങിയിട്ട് തോട്, കിണർ, കുളം അങ്ങനെയുള്ള എല്ലാ ജലസമൃദ്ധിയുള്ള സ്ഥലങ്ങളും ഉപയോഗിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെന്ന് നോക്കിയാലും കാണാൻ പറ്റുന്നതാണ്. ഞങ്ങളിവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അവരവിടെ ഹിറ്റാച്ചി കൊണ്ട് മണ്ണിടിപ്പിച്ചു. ഹിറ്റാച്ചി അവിടെ പണിയുണ്ട്. ഞങ്ങൾ വിചാരിച്ചു അത് പണിതോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ സൂത്രത്തിൽ കൊണ്ടുപോയി അവർ മണ്ണ് ഇടിപ്പിച്ചു അവർ. അപ്പം ഞങ്ങൾ വെട്ടികൾ, ജനങ്ങൾ, അവർ സമർത്ഥന്മാർ, മുനിസിപ്പാലിറ്റിക്കാർ സമർത്ഥന്മാർ, ഉദ്യോഗസ്ഥന്മാർ. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ദുർഗന്ധവും വമിക്കുന്നുണ്ട്. ഈച്ചയുടെ ശല്യം പെരുകിയതോടെ ഒരു ദിവസം ഈച്ചയെ പിടിക്കാനായി 3 ഷീറ്റുകൾ വരെ വാങ്ങേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബിൽഡിംഗ് ഇവിടെ തുടങ്ങിയത് അന്ന് ഞങ്ങളോട് അങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ തുടങ്ങിയത് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ്. അന്ന് ട്രയൽ ആരംഭിച്ച മുതൽ തന്നെ മിഷൻ കംപ്ലൈൻ്റ് ആണ്. അന്ന് തൊട്ടേ ഞങ്ങൾക്ക് ഈച്ച ശല്യം കൊണ്ട് ഭയങ്കര പൊറുതിമുട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റാണ്ട്, അടുക്കളയിൽ വരെ ഫാൻ ഫിറ്റ് ചെയ്ത് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പാചകം ചെയ്യാൻ പറ്റണില്ല. അതിൽ വന്ന് വീഴുന്നു, അത്രയും ശല്യമായിട്ട്. എന്നിട്ട് ഇവിടെ മരുന്നടിക്കലും അങ്ങനത്തെ കേസും ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ട് പേരുടെ ചുറ്റോറും നടന്ന് മരുന്നടിക്കലായിരുന്നു. അത്രയ്ക്കും ഈച്ച ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നിരുന്നു. അപ്പം ഞങ്ങൾ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന മനോജ് സാറ് വന്നിട്ട് ഞങ്ങളുടെ വീടുകളിൽ വരികയും ഞങ്ങളോട് അന്നൊരു വാക്ക് പറഞ്ഞു, ഇനി മേലെ ഇതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷം കുറേയായി. അതിന് ശേഷവും ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ ഈച്ച വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീടുകളിൽ. എന്ത് കംപ്ലൈൻ്റാണ് ഇതിവിടെ പ്രവർത്തിക്കുക പറഞ്ഞാൽ അത് നടക്കണ കാര്യമില്ല. അവിടെ പണിക്ക് വരുന്ന കുട്ടികൾ, ആ ചേട്ടന്മാരെന്നെ പറയണത് 3 മാസത്തിൽ കൂടുതൽ മിഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലൈൻറ്റ് വരികയാണ്. ആകെ അവർക്ക് പോലും പറ്റുന്നില്ല. അവരെപ്പോഴും കംപ്ലൈൻറ്റ് അവിടേക്ക് മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർ അതിനൊരു നടപടിയും ചെയ്യണില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ നഗരസഭാ യോഗത്തിൽ വിഷയം ഉന്നയിച്ചിരുന്നതായി ഡിവിഷണൽ കൗൺസിലർ പറഞ്ഞു. നമ്മൾ ഇപ്പോൾ ഉള്ളത് കുമ്പളങ്ങാട് 5 ഡിവിഷനിലെ മാലിന്യയാർഡിലാണ്. ഈ മാലിന്യയാർഡ് എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിട്ടുള്ള സംഭവമാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവരുന്ന മാലിന്യത്തിന്, ഈ അറവ് മാലിന്യം അടക്കമുള്ള മാലിന്യത്തിന് ആളുകൾ സമരം ചെയ്ത് കോടതിയും കേസും ഇവിടെയുള്ള നിരാഹാരം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു ഇത് അവസാനിച്ചതാണ്. വീണ്ടും മുനിസിപ്പാലിറ്റി പദ്ധതി കൊണ്ടുവന്ന് ഇവിടെ മാലിന്യം സംസ്കരിക്കാനുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു. അതിന്ന് വളം ഉണ്ടാക്കി കൊണ്ടുവരണം. ആ പദ്ധതിയാണ് ഇപ്പോൾ നിങ്ങൾ അവിടെ പോയി കണ്ടത്. കംപ്ലീറ്റ് അത് വർക്ക് ചെയ്യുന്നില്ല. ഒരു 5-6 മാസമുണ്ട്. കംപ്ലീറ്റ് വേസ്റ്റ് നിറഞ്ഞ് ആ സ്ലറി മുഴുവൻ പുറത്തേക്ക് ഒഴുകി ആ 3 ടാങ്കുകളും വലിയ ടാങ്കുകൾ നിറഞ്ഞ് അതിൽ പുഴുക്കളും ഈച്ചകളും നിറഞ്ഞ് ആ സാധനം താഴത്തേക്ക് ഒഴുകി. അത് എന്നിട്ട് മതിലിൻ്റെ ചെറിയ ഹോളുകൂടെ പുറത്തേക്ക് വീടുകളുടെ പരിസരത്തേക്ക് എത്തി. അത് കിണറുകളിലേക്ക് എത്തി തുടങ്ങി. തൊട്ടതായിട്ടാണ് ക്ഷേത്രമൊക്കെ ഉള്ളത്, അവിടേക്ക് എത്തി തുടങ്ങി. ഇത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യം. മുനിസിപ്പാലിറ്റിയിലെ കൗൺസിൽ യോഗത്തിൽ വരെ പറഞ്ഞതാണ് ഇങ്ങനെ സംഭവമുണ്ട്, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വെള്ളിയാഴ്ച കൗൺസിൽ യോഗം കഴിഞ്ഞിരുന്ന തിങ്കളാഴ്ച ഇതേവരെ വന്നിട്ടില്ല. ഞങ്ങൾ സമാധാനപരമായിട്ട് ഇവരോട് എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങൾ ഇടപെടണം. ആരും ഇടപെട്ടില്ല. ഇനി ഞങ്ങൾ തീരുമാനിച്ചു ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു വണ്ടിയും കടത്തണില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം വേസ്റ്റ് വണ്ടി എന്നല്ല ഇതിൻ്റെ പേര് പറഞ്ഞാൽ ഒരു വണ്ടീൻ്റെ ഉള്ളിലേക്ക് കടത്തണില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൂത്രപ്പണി ഇവർ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരു ഹിറ്റാച്ചി കൊണ്ടുവന്നു താഴത്തുനിന്ന് മെല്ലെ പോയിട്ട് അതിൻ്റെ മുകളിലൊക്കെ മുഴുവൻ മണ്ണിട്ട് വരും. ഇത്രയും വേസ്റ്റ് നമ്മൾ ആത്മാർത്ഥമായിട്ട് അവരോട് സഹകരിക്കുമ്പോൾ അവർ ചെയ്ത പണിയാണ്. അവിടെ മിണ്ടാതെ പണി അതിൻ്റെ മുകളിൽ മുഴുവൻ ഇപ്പം നിങ്ങൾ എടുത്തപ്പോൾ അറിയാം. കാരണം ആ പരിസരം മുഴുവൻ ഈ സ്ലറിയായിരുന്നു. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഹിറ്റാച്ചി ഇപ്പോൾ നമ്മൾ കയറ്റി വിട്ടിട്ടാണ് വരുന്നത്.
അപ്പോൾ എന്താ പറയുക, മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വീടുകളിൽ വരുന്ന ആളുകൾ ഹെൽത്തിന് ആളുകൾ ഒരു ചിരട്ട കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ വീടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കണം. അവർ ചീത്ത പറഞ്ഞു തുടങ്ങിയിട്ട് എന്തങ്ങനെ വെള്ളം ചിരട്ടയിൽ പോലും വെള്ളം പാടില്ല, പാത്രത്തിൽ വെള്ളം പാടില്ല, അസുഖങ്ങൾ വരുന്നുണ്ട്. ആ പറയുന്ന ആളുകളൊന്നും വന്ന് കാണണം. ഇവിടെ കുമ്പളങ്ങാട് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് കാണണം. പമ്പേ പരാജയപ്പെട്ടൊരു സംഭവമാണിത്. അത് എത്രയും പെട്ടെന്ന് അടച്ചു പൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഈ ഭഗവതിയുടെ മണ്ണിൽ സാക്ഷ്യത്തിൽ പറയാണ്, ഞങ്ങൾ ഇത്രയും ഈ നാട്ടുകാർ മുഴുവൻ ഇവിടെ നിരാഹാരം ഇരുന്ന് മരിക്കും. കാരണം വേറെ നിവൃത്തിയില്ല, അത്രയധികം വിഷമമുണ്ട്. ഒരാൾ ഉത്തരവാദിത്തം ഇറക്കില്ല. ആരോടാണ് പറയേണ്ടത്? ഒരാൾ പോലും ഇതുവരെ വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ ഇത് ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? അപ്പോൾ ഇനി ഒറ്റ വഴിയുള്ള ഒറ്റ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടില്ല. അത് ബലമായിട്ട് നിങ്ങൾ തടയും. അതിൻ്റെ ഭവിഷ്യത്ത് എന്തോ ആയിക്കോട്ടെ. കാരണം ഇതിൽ വലിയ കോടതിയും കേസൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നാട്ടുകാർ നിൽക്കുന്നത്. അത്ര ബുദ്ധിമുട്ടുണ്ട്. പറമ്പുകളിൽ ഒരു ചിരട്ട നിക്ഷേപിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന നഗരസഭ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം തടയാൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുള്ളിരുട്ടാ. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട. പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. Solar Lights. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം